മിമിക്രി എന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് ബയോമിമിക്രി? derived from bio means life, mimis means imitate. That is ബയോമിമിക്രി എന്ന് വെച്ചാൽ ഒരു ലിവിങ് തിങ്സിനെ ഇമിറ്റേറ്റ് ചെയ്യുക, അതാണ് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഈസ് ആൻ ഓൾട്ടർനേറ്റീവ് സൊല്യൂഷൻ ഇൻ സെർച്ച് ഓഫ് സസ്റ്റൈനബിൾ ബിൽഡിംഗ് ഡിസൈൻ ആൻഡ് ടെക്നോളജി. അതായത് സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു ബിൽഡിങ്ങിനെ ഡിസൈൻ ചെയ്യാനുള്ള സൊല്യൂഷൻ ആയിട്ടാണ് അത് പറയുന്നത്. ജീവനുള്ള ഒന്നിനെ നമ്മൾ ഇമിറ്റേറ്റ് ചെയ്യുന്നു. നമ്മുടെ ഒരു ബിൽഡിങ് ഡിസൈനിൽ മാത്രമല്ല, പിന്നെ വെഹിക്കിൾസിൻ്റെ ഡിസൈനിൽ, എന്തിലും നമ്മൾ ഒരു ലിവിങ് തിങ്സിനെ ഇമിറ്റേറ്റ് ചെയ്യുക, അതാണ് മിമിക്രി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദി ഇൻസ്പിറേഷൻ ഫ്രം എ നേച്ചർ ഈസ് എ ഡ്രൈവിംഗ് ഫോഴ്സ് ഇൻ ദി ആർക്കിടെക്ചർ റിസൾട്ടിങ് ഇൻ മെജസ്റ്റിക് വർക്ക് ഓഫ് ആർക്കിടെക്ചർ. അപ്പം നാച്ചുറിൽ നിന്നുള്ള ഒരുപാട് സാധനങ്ങൾ ഇമിറ്റേറ്റ് ചെയ്തിട്ടാണ് ഒരുപാട് ആർക്കിടെക്ചർ ഉണ്ടാക്കിയിട്ടുള്ളത്. അല്ലെ, നാച്ചുറലുള്ള നിന്നുള്ള ഒരുപാട് സാധനങ്ങൾ നമ്മൾ ഇമിറ്റേറ്റ് ചെയ്തിട്ടാണ് ഒരുപാട് ആർക്കിടെക്ചർ നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ബയോമിമിക്രി ഈസ് അബൌട്ട് എ സൊല്യൂഷൻ റിഫൈൻഡ് ആൻഡ് ആർ ഡെവലപ്ഡ് ബൈ നേച്ചർ. അതായത് ഏതൊരു പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷനും ആരാണ് തന്നിട്ടുള്ളത്? നാച്ചുറിൽ നിന്ന് തന്നെ എടുക്കുക എന്ന രീതിയിലാണ് ബയോമിമിക്രി എന്ന കൺസെപ്റ്റ് വരുന്നത്. ഏതൊരു പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷനും നമുക്ക് നാച്ചുറിൽ നിന്ന് കണ്ടെത്താൻ പറ്റും. Biomimicry is a new science that studied nature's models and then emulates these forms, process, systems, and strategy to solve a human problem sustainably. അപ്പോൾ നാച്ചുറൽ മോഡലിനെ വച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, അതിൻ്റെ ഫോംസ് എങ്ങനെയാണ്, അല്ലെങ്കിൽ അതിൻ്റെ സ്ട്രാറ്റജീസ്, പ്രോസസ്സിങ് സിസ്റ്റം, ഇതൊക്കെ വെച്ചിട്ട് നമ്മളെ ഹ്യൂമൻ പ്രോബ്ലംസിനെ സോൾവ് ചെയ്യുക. അതാണ് നാച്ചുറൽ മോഡൽസ് നമ്മൾ നമ്മുടെ ലൈഫിലേക്ക് അപ്ലൈ ചെയ്യുക, അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബയോമിമിക്രി യൂസസ് ആൻ എക്കോളജിക്കൽ സ്റ്റാൻഡേർഡ്സ് ടു ജഡ്ജ് ദി സസ്റ്റൈനബിലിറ്റി ഓഫ് അവർ ഇന്നോവേഷൻ. അപ്പം നമ്മളെ പുതിയ കണ്ടെത്തലിന് ഈ ഒരു എൻവറോൺമെന്റിൽ പെർമനൻ്റ് ആയി നിൽക്കാൻ അല്ലെങ്കിൽ സർവൈവ് ചെയ്യാൻ പറ്റിയ ഒരു മോഡൽ നമ്മളെ നാച്ചുറിൽ നിന്ന് തന്നെ എടുക്കുന്നു. അല്ലെങ്കിൽ നാച്ചുറിൽ നിൽക്കുന്ന ലിവിങ് തിങ്സിനെ നമ്മൾ മോഡലാക്കി വെച്ച് നമ്മളെ പരിസ്ഥിതിക്ക് സൗഹാർദ്ദപരമായ രീതിയിൽ ഒരു ബിൽഡിംഗ് നിർമ്മിക്കുന്നു. ആ ഒരു രീതിയിലാണ് പോകുന്നത്. ആഫ്റ്റർ മെനി ഇയേഴ്സ് ഓഫ് ഇവല്യൂഷൻ, നാച്ചർ ഹാസ് ലേൺഡ് വാട്ട് വർക്ക് ആൻഡ് വാട്ട് ലാസ്റ്റ്സ്. എന്ത് നിലനിൽക്കും, എന്ത് നിലനിൽക്കില്ല, എത്രത്തോളം നിലനിൽക്കും എന്ന് ഇത്രയും കാലത്തെ ഇവാലുവേഷൻ്റെ ഇടയിൽ നാച്ചറിന് അറിയാം. അതാണ് പറയുന്നത്. ബയോമിമിക്രിങ് ഈസ് എ ന്യൂ വേ ഓഫ് വ്യൂയിങ് ആൻഡ് വാല്യൂയിങ് നാച്ചർ. ഇറ്റ് ഇൻട്രൊഡ്യൂസ് ആൻ എറ ബേസ്ഡ് നോട്ട് ഓൺ വാട്ട് വി ക്യാൻ എക്സ്ട്രാക്ട് ഫ്രം ദി നാച്ചുറൽ വേൾഡ് ബട്ട് വാട്ട് വി ക്യാൻ ലേൺ ഫ്രം ഇറ്റ്. സോ ബയോമിമിക്രിയിലൂടെ എന്തൊക്കെ റിസോഴ്സ് കിട്ടുമെന്ന് മാത്രമല്ല, നാച്ചുറലുള്ള റിസോഴ്സിൽ നിന്ന് എന്തൊക്കെ പഠിക്കുക എന്നുകൂടി എന്തൊക്കെ പഠിക്കുക എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഓരോ ഓർഗാനിസത്തിലുള്ള കാര്യങ്ങൾ വെച്ചിട്ട് നമ്മൾ അതിനെ ഇമിറ്റേറ്റ് ചെയ്ത് പുതിയ കാര്യങ്ങൾ നിർമ്മിക്കുക എന്ന രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. പ്രിൻസിപ്പിൾസ് ഓഫ് ബയോമിമിക്രി. ബയോമിമിക്രീൻ്റെ 9 പ്രിൻസിപ്പിളാണുള്ളത്. അതാണ് താഴെ കൊടുത്തിരിക്കുന്നത്. നാച്ചുറൽ റൺസ് ഓൺ സൺലൈറ്റ്,
Natural uses only the energy it needs. Natural fits form to function. Natural recycle everything. Natural rewards cooperations. Natural banks of diversity. Natural demand a local expertise. Natural curbs excess from within. Natural taps the power of limits. ബയോമിമിക്രീൻ്റെ 9 പ്രിൻസിപ്പിൾ. 3 ലെവൽസ് ഓഫ് ബയോമിമിക്രി. ബയോമിമിക്രിക്ക് മൂന്ന് ലെവലാണ് പറയുന്നത്. ബയോമിമിക്രി ക്യാൻ വർക്ക് ഓൺ എ 3 ലെവൽസ്: ദി ഓർഗാനിസം, ഇറ്റ്സ് ബിഹേവിയറിസം ആൻഡ് ദി എക്കോസിസ്റ്റം. 3 ലെവൽസ് ആണ് പറയുന്നത്. ഒന്ന് ഓർഗാനിസം ലെവൽ, മറ്റൊന്ന് ബിഹേവിയർ ലെവല്, third one ecosystem level. The building on the organism level mimic a specific organism. Working on this level without a mimicking how the organism participated in a large context may not be a sufficient to procedure a building that integrate well with its environment. ഓർഗാനിസം ലെവലിൽ നമ്മൾ ബിൽഡിങ് പണിയുമ്പോൾ എന്ത് ചെയ്യുന്നു? ഒരു സ്പെസിഫിക് ഓർഗാനിസത്തിനെയാണ് വെക്കുന്നത്. പക്ഷെ ആ ഓർഗാനിസം എങ്ങനെയാണ് ആ എൻവറോൺമെന്റിനോട് പ്രതികരിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ നോക്കുന്നില്ല. ഓർഗാനിസത്തിന്റെ മോഡലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ. ഓൺ എ ബിഹേവിയർ ലെവൽ, അങ്ങനെ ബിഹേവിയർ ലെവലിലാണെങ്കിൽ ബിൽഡിംഗ് മിമിക് how an organism behaves or related to its larger context. അതായത് ബിഹേവിയർ ലെവലിലേക്ക് വരുമ്പോൾ എന്ത് ചെയ്യും? അത് എങ്ങനെയാണ് എൻവറോൺമെന്റിനോട് പ്രതികരിക്കുന്നത് എന്നുള്ളതും കൂടി ഈ ബിൽഡിങ്ങിലേക്ക് വരും. പിന്നെ ഒന്നും കൂടി പറയുന്നുണ്ട്. എക്കോസിസ്റ്റം ലെവലിലാണെങ്കിൽ ഓൺ ദി ലെവൽ ഓഫ് ദി എക്കോസിസ്റ്റം എ ബിൽഡിംഗ് മിമിക്സ് ദി നാച്ചുറൽ പ്രോസസ് ആൻഡ് സൈക്കിൾ ഓഫ് ദി ഗ്രേറ്റർ എൻവറോൺമെന്റ്. അതായത് എക്കോസിസ്റ്റം ലെവലിലേക്ക് വരുമ്പോൾ നമ്മുടെ നാച്ചുറൽ പ്രോസസ് ആൻഡ് സൈക്കിൾ ഓഫ് എ ഗ്രേറ്റർ എൻവറോൺമെന്റ് അതൊരു നാച്ചുറലി എങ്ങനെയാണോ ഉണ്ടായിരിക്കേണ്ടത് അതുപോലെ ആയിരിക്കണം. ഇതാണ് 3 ലെവൽ എന്ന് പറയുന്നത്. നമ്മൾ 3 ലെവല് പറഞ്ഞു. ഓർഗാനിസം ലെവൽ പറഞ്ഞു, ബിഹേവിയർ ലെവൽ പറഞ്ഞു, പിന്നെ എക്കോസിസ്റ്റം ലെവൽ പറഞ്ഞു. അപ്പോൾ ഈ ഒരു ഫിഗറിൽ കാണുന്നത് ലോട്ടസ് ടെമ്പിൾ ആണ്. ലോട്ടസിന്റെ ചിത്രം മേലെയുണ്ട്. Popularly known as a lotus temple and located in a New Delhi, India, the temple is a place of worship for followers of the Baha'is faith. അതായത് ഇത് പറയുന്നത് ബഹായി വിശ്വാസികളുടെ ടെമ്പിൾ ആണിത്. അപ്പോൾ ലോട്ടസ് ടെമ്പിളിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ലൈറ്റ് എഫക്റ്റ്. അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ലൈറ്റ് എഫക്റ്റ് ആണ്. നിങ്ങൾക്ക് ഇതിൻ്റെ ആർട്ടിക്കിളെല്ലാം എടുത്ത് വായിച്ചാൽ മനസ്സിലാവും. ലൈറ്റ് എല്ലാ സ്ഥലത്തും റിഫ്ലക്റ്റ് ചെയ്ത് പോകുന്നതിൻ്റെ ഒരു സ്ട്രക്ചറാണ് ഈ ലോട്ടസ് ടെമ്പിളിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു ഓർഗാനിസത്തിൻ്റെ സ്ട്രക്ചറാണ് എടുക്കുന്നത്. അതായത് ഈ ലോട്ടസിന്റെ സ്ട്രക്ചർ വെച്ചിട്ടാണ് ഈ ലോട്ടസ് ടെമ്പിൾ കൺസ്ട്രക്ട് ചെയ്തേക്കുന്നത്. നെക്സ്റ്റ്, ഇവോൾവർ ഈസ് എ സ്ക്രപ്ചർ erected to view the panorama surrounding a Zermatt, Switzerland. It is inspired by a seashell. ഇതും ഒരു ആർക്കിടെക്ചർ തന്നെയാണ്. അതിന് ഇവോൾവർ എന്നാണ് പറയുന്നത്. അത് സ്വിറ്റ്സർലാൻഡിലുള്ള ഒരു സ്ട്രക്ചറാണ്. അതൊരു സീഷെല്ലിൽ നിന്ന് ഇൻസ്പയർ ചെയ്തിട്ടാണ് ഉണ്ടാക്കിയത്. ആ ഒരു ടെക്ചർ എന്ന് പറയുന്നത് ഇങ്ങനെ ടേൺ ചെയ്ത് വരുന്ന ലൂപ്പ് മാതിരിയാണ്. അപ്പം അതെന്ന് പറയുന്നത് ഒരു
പ്ലേസിലുള്ള വ്യൂ അത്രയും ഭംഗിയായി കാണാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു ഡിസൈൻ അവർക്ക് ഇങ്ങനെ അവരൊരു ഡിസൈൻ യൂസ് ചെയ്തേക്കുന്നത്. ഓക്കെ, അതൊരു സീഷെല്ലിൽ നിന്നാണ് അവർ ഇൻസ്പയർ ചെയ്ത് ഉണ്ടാക്കിയത്. അവിടെ അവർ ഒരു ലിവിങ് തിങ്സിന്റെ സ്ട്രക്ചറാണ് എടുത്തിട്ടുള്ളത്. നെക്സ്റ്റ്, ബീജിംഗ് നാഷണൽ സ്റ്റേഡിയം ഇൻ ബീജിംഗ്, ചൈന ഇസ് ഇൻസ്പയർഡ് ബൈ ദി ബേർഡ് നെസ്റ്റ്. മേലെ നിങ്ങൾക്ക് ഫിഗറിൻ്റെ അകത്ത് കാണാൻ പറ്റിയ ഒരു പക്ഷിക്കൂടിൽ നിന്നാണ് ബീജിങ്ങിലെ നാഷണൽ സ്റ്റേഡിയത്തിൻ്റെ ഡിസൈൻ അവർക്ക് കിട്ടുന്നത്. ഓക്കെ, ആ സ്റ്റേഡിയത്തിൻ്റെ ഫിഗറും താഴെ കാണാൻ പറ്റും. നെക്സ്റ്റ്, അടുത്ത ഫിഗർ എന്ന് പറയുന്നത് ദുബായിലുള്ള ഒരു മാൻമെയ്ഡ് ഐലൻഡ് ആണ്. പാംജുമാറ എന്നാണ് ഐലൻഡിന്റെ പേര്. അപ്പോൾ നമ്മൾ തെങ്ങാണ് കാണുന്നത്, ഫിഗറിൽ തെങ്ങാണ് കാണുന്നത്. അതിൻ്റെ പാം ഷേപ്പിൽ ഈ ഒരു ട്രീയുടെ ഷേപ്പിൽ വരുന്നത് കൊണ്ടാണ് അതിനെ പാൽമ ജുമാറ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ഡിസൈൻ കിട്ടിയത് ഈ ഒരു ട്രീയിൽ നിന്നാണ് അവർക്ക് ആ ഒരു ഡിസൈൻ കിട്ടിയത്. ഒന്ന് വായിച്ചോക്കാം. എന്താ പാൽമറ ജുമേറിയ ഐലൻഡ് ആർ എ ആർട്ടിഫിഷ്യൽ ഐലൻഡ് ബിൽഡ് ഓൺ ദി കോസ്റ്റ് ഓഫ് ദുബായ്, ഇൻസ്പയർഡ് ബൈ പാൽമ ട്രീസ് ഇൻ ദ ഐലൻഡ് ആർ ഇൻ ദി ഷേപ്പ് ഓഫ് പാൽമ ട്രീ. അതായത് തെങ്ങിന്റെ ഷേപ്പിലാണ് അവര് ആ ഒരു ഐലൻഡ് കൺസ്ട്രക്ട് ചെയ്തത്. അത് ആർട്ടിഫിഷ്യൽ ആയിട്ടാണ് അവർ കൺസ്ട്രക്ട് ചെയ്തത്. Inspired by water birds, the Beijing National Aquatic Center in Beijing, China, also known as a water cube, was built for the 2008 Summer Olympics. അപ്പോൾ ചൈനയിലെ ബീജിങ്ങിൽ തന്നെ ഉള്ളതാണ് നാഷണൽ അക്വാട്ടിക് സെന്റർ, വാട്ടർ ക്യൂബ് എന്ന് പറയും. അത് ഡിസൈൻ ചെയ്തേക്കുന്നത് വാട്ടർ ബബിൾസിന്റെ ഷേപ്പിന് ഇൻസ്പയർ ആയിട്ടാണ് അവർ നാഷണൽ അക്വാട്ടിക് സെന്റർ ഫോം ചെയ്തേക്കുന്നത്. Next, approaches to biomimicry, biology to design. Lotus flower emerges clean from swampy waters. Lotus and paint enable building to be self-cleaning. Biology can influence a human in way outside a predetermined design problem. This will result in a previously unthought of technologies or systems or approach to design a solutions. ലോട്ടസ് ആൻഡ് പെയിന്റ്, അത് ലോട്ടസിൽ നിന്ന് ഇൻസ്പയർ ചെയ്ത് എടുത്തിട്ടാണ് ഈ ലോട്ടസ് ആൻഡ് പെയിന്റ് ഫോം ചെയ്തേക്കുന്നത്. അതായത് ലോട്ടസിന്റെ ഫ്ലവറിൽ നിന്നാണ് നമ്മൾ നേരത്തെ കണ്ട് ലോട്ടസ് ടെമ്പിളിന്റെ സ്ട്രക്ചർ വന്നേക്കുന്നത്. അതുപോലെ തന്നെയാണ് ഈ ലോട്ടസിന്റെ ലീഫ് എന്ന് പറയുന്നത് എന്തായിരിക്കും? വാട്ടർ റിപ്ലന്റ് സർഫസ് ആണ്. വാട്ടർ റിപ്ലന്റ് സർഫസ് എന്ന കൺസെപ്റ്റിൽ നിന്നാണ് ഹൈഡ്രോഫോബിക് പ്രോപ്പർട്ടീസ് ഉള്ള റെയിൻ റിപ്ലന്റും ഗ്ലാസും സെൽഫ് ക്ലീനിങ് ടെക്സ്റ്റൈലൊക്കെ ഫോം ചെയ്തേക്കുന്നത്. ലോട്ടസ് ലീവിൽ നിന്നാണ് വാട്ടർ റിപ്ലന്റ് സർഫസ് എന്ന കൺസെപ്റ്റ് വരുന്നത്. ഡിറ്റർജന്റോ ടോക്സിക് ആയിട്ടുള്ള മറ്റ് ക്ലീനിങ് മെറ്റീരിയൽ യൂസ് ചെയ്യാതെ സെൽഫ് ക്ലീനിങ് ആയി വെക്കുക എന്ന രീതിയിലേക്കാണ് ഈ ലോട്ടസിന്റെ ലീഫിന്റെ സർഫസിന്റെ വാട്ടർ റിപ്ലന്റ് പ്രോപ്പർട്ടി വെച്ചിട്ടാണ് സെൽഫ് ക്ലീനിങ് ടെക്സ്റ്റൈൽ വിത്ത് ഹൈഡ്രോഫോബിക് പ്രോപ്പർട്ടിയും റെയിൻ റിപ്ലന്റ് ഗ്ലാസും വരുന്നത്. അതായത് വെള്ളം തങ്ങി നിൽക്കാതെ അതിനെ
റിപ്പൽ ചെയ്യുക എന്ന രീതിയിലുള്ള ഒരു കൺസെപ്റ്റാണ്. നെക്സ്റ്റ് സ്ലൈഡ് എന്ന് പറയുന്നത് ടെർമൈറ്റ് ആൻഡ് ബിൽഡിംഗ് കൂളിംഗ് സിസ്റ്റം. ബിൽഡിംഗ് കൂളിംഗ് ചെയ്യാനുള്ള ഒരു ഫിഗറാണിത്. ഇയാസ്റ്റിഗേറ്റ് സെന്റർ സിംബാബ്വെ മൈപിഎസ്. The Eastgate Center is a mostly made of concentrate, which is an excellent material to use an insulator as well as a absorbing heat from the sun. The outside air that is brought into a building is either warmed or cooled depending on the temperature of the building mass. If the building mass is cooler, then the air that enters the structure would also be cooled. The air is then directed upward towards the chimney, but on its way up to the tap is passed into a building floors and offices. The building is actually made up of three parts: two exterior structure and glass center that connected them together. The glass space in the center also participates in natural conventions and is usually open to the local breeze. അതായത് 3 പാർട്ടാണ് ഇതിനുള്ളത്. 2 എക്സ്റ്റീരിയർ പാർട്ടും ഒരു ഗ്ലാസ് സെന്ററും. അതായത് ഈ 2 എക്സ്റ്റീരിയർ സ്ട്രക്ചറും കണക്ട് ചെയ്തേക്കുന്നത് ഈ ഒരു ഗ്ലാസ് സെന്ററിലാണ്. അപ്പം ഈ ഒരു ബിൽഡിങ്ങിന്റെ ഉള്ളിലേക്ക് വരുന്ന എയർ ചിമ്മിണി വഴി മേലോട്ടേക്ക് ഉയർന്ന് പോകും. അതായത് 9 നിലയുള്ള കെട്ടിടമാണെങ്കിൽ ഉള്ളിലേക്ക് വരുന്ന എയർ എന്ത് ചെയ്യും? മേലേക്ക് ഉയർന്നു പോകും, ചിമ്മിണി വഴി ഉയർന്നു പോകും. അങ്ങനെ ഉയർന്നു പോകുമ്പോൾ എല്ലാ ഫ്ലോറിലേക്കും എയർ സ്പ്രെഡ് ആകുന്നുണ്ട്. ഈ നടുക്കുള്ള ഗ്ലാസ് സ്ട്രക്ചർ എന്ന് പറയുന്നത് എന്താണ്? നമ്മളെ അറ്റ്മോസ്ഫിയറിലേക്ക് ഡയറക്റ്റ് ഓപ്പൺ ചെയ്തിട്ടില്ല. അപ്പോൾ ഉള്ളിലേക്ക് വരുന്ന എയർ എന്ത് ചെയ്യും? പുറത്തേക്ക് പെട്ടെന്ന് പോകും. അതുപോലെ തന്നെ ബിൽഡിങ്ങിന്റെ വാളിന്റെ തിക്നെസ് എന്ന് പറയുന്നത് പല തിക്നെസ്സിലാണ് മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നത്. ഓക്കെ. പെയിന്റ് എന്ന് പറയുന്നത് ലൈറ്റ് പെയിന്റ് ആണ് യൂസ് ചെയ്തത്. അപ്പോൾ എന്താണ്? ലൈറ്റ് പെയിന്റ് എന്താന്ന് വെച്ചാൽ ഉള്ളിലുള്ള ടെമ്പറേച്ചർ എപ്പോഴും ലോ ആക്കി വെക്കാനാണ് ഇങ്ങനെ ചെയ്തത്. ഈ ബിൽഡിങ്ങിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിന്റെ പാസീവ് കൂളിംഗ് ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വെച്ചാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്തത്. ഒന്ന്, കൂളർ വിൻഡോ ഉണ്ട്, വേരിയസ് തിക്നെസ് ഉള്ള വാളാണ്, ലൈറ്റ് വാളിൽ ലൈറ്റ് പെയിന്റ് ആണ് യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഈ ബിൽഡിങ് കൺസ്ട്രക്ട് ചെയ്തേക്കുന്നത്. ബുള്ളറ്റ് ട്രെയിൻ അതിനെ പറ്റിയിട്ടാണ് ഇത്. ബുള്ളറ്റ് ട്രെയിൻ ഹാസ് എ നോസ് ലൈക്ക് എ കിങ്ഫിഷർ ബീറ്റ്. ദി ഷിൻകാൻസൻ bullet train of a West Japan Railway Company is a faster train in the world, traveling 200 miles per hour. ഷിക്കാൻഷൻ ബുള്ളറ്റ് ട്രെയിൻ എന്ന് പറയുന്നത് ലോകത്തിലെ വെച്ച് ഏറ്റവും വേഗതയുള്ളതാണ്. പക്ഷെ ഒരു പ്രോബ്ലം എന്താന്ന് വെച്ചാൽ അതിന്റെ നോയ്സ് ആണ്. Air pressure changes produced a large thunderclaps every time the train emerged from a tunnel, causing a resident 1/4 a mile away to complain. E.G. Nagastu, the train chief engineer and the avid bird watcher, asked himself if there is something in nature that travel quickly and smoothly between two very different medium, modeling the front end of the train after the peacock kingfisher, which dive from the air into bodies of water with a very little splash to catch a fish, resulting not only in a
quieter train, but 15% less electricity use even while the train traveling 10% fast. അവിടെ പറയുന്നത്, അതായത് അത്രയും വേഗതയുള്ള ഒരു ട്രെയിനിന്റെ പ്രോബ്ലം എന്ന് പറയുന്നത് നോയ്സ് ആണ്. അപ്പോൾ ഇ.ജി. നെക്കാജു, അതായത് ഇ.ജി. നെക്കാജു എന്ന് പറയുന്ന ഒരു ചീഫ് എഞ്ചിനീയർ എന്ത് ചെയ്തു, ഒരു ബേർഡ്, അയാളൊരു ബേർഡ് ബാച്ചിലർ ആയിരുന്നു. അദ്ദേഹം നാച്ചുറൽ വളരെ സ്പീഡായിട്ട് മൂവ് ചെയ്യുന്നതും നോയ്സ് ഇല്ലാത്തതുമായ സ്ട്രക്ചറിനെ ഇതിലേക്ക് കൊണ്ടുവന്നാല് നന്നായിരിക്കും എന്ന് ചിന്തിച്ചു. അങ്ങനെ അയാൾ എന്ത് ചെയ്ത്, കിങ്ഫിഷറിന്റെ കൊക്കിന്റെ ആകൃതിയിലേക്ക് ഈ ട്രെയിനിന്റെ ഫ്രണ്ട് പാർട്ട് മാറ്റുകയും ചെയ്തു. അങ്ങനെ മാറ്റിയപ്പോഴേക്കും സൗണ്ട് കുറയുകയും ചെയ്തു. അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി യൂസ് കുറച്ചു. 15% ഇലക്ട്രിസിറ്റിന്റെ യൂസേജ് കുറച്ചു. അതുപോലെ തന്നെ 10% കൂടുതൽ ട്രെയിന് ഫാസ്റ്റായിട്ട് ഓടാനും തുടങ്ങി. ബയോമൈമിക്കിന് ഒരു എക്സാമ്പിളാണ് ഇത്. നെക്സ്റ്റ്, ഗെയ്ക്കോ എഫക്റ്റ്. Scientists at the University of Manchester have developed a new type of adhesive which mimicking the mechanism employed by the gecko lizard to walk on the surface, including the glass ceilings. The new adhesive gecko tabs containing billions of tiny plastic fibers less than the micrometer diameter, which are similar to natural hairs covering the soles of geckos' feet, which generate a electrodynamic adhesive at a microscopic level. പറയാൻ പോകുന്ന ഗെയ്ക്കോ എഫക്റ്റ് ആണ്. നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരു ഫിഗർ നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്മൾ കണ്ടിട്ടുണ്ട് ഈ പല്ലുകളൊക്കെ ചുമരിലൂടെ വളരെ പെട്ടെന്ന് തന്നെ മേലോട്ട് കയറി പോകുന്നുണ്ട്. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ അതിന്റെ കാലിന്റെ അടിയിലുള്ള ഒരു തരം മൈക്രോ ഫൈബേഴ്സിന്റെ എഫക്റ്റ് ആണ് അതിന് കാരണം. അതായത് ഭിത്തികളിൽ പറ്റിപ്പിടിക്കാനുള്ള അതിന്റെ ഒരു സീറ്റോ സ്ട്രക്ചർ, ആ ഒരു സ്ട്രക്ചറിന് സീറ്റോ എന്നാണ് പറയുന്നത്. ആ സീറ്റോനെ കൊണ്ടാണ് ഈ പല്ലുകൾക്ക് ചുമരിൽ പറ്റിപ്പിടിച്ച് കയറിപ്പോകുന്നത്. അപ്പോൾ ആ ഒരു പല്ലുകളുടെ സ്വഭാവം, ആ ഒരു കഴിവിനെയാണ് ഒരു അഡ്ഹെസീവ് ടാപ്പ് ഉണ്ടാക്കുക എന്നതാണ് ആര് ചെയ്തത്, യൂണിവേഴ്സിറ്റി മാഞ്ചസ്റ്ററിൽ ഉള്ള സയന്റിസ്റ്റ് ചെയ്തത്. ഓക്കെ, അതുവഴി നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു ടാപ്പ് വെച്ചിട്ട് കയ്യിലും കാലിലും ഒട്ടിച്ചു വെച്ചാൽ, ആ ഒരു ടാപ്പ് കയ്യിലും കാലിലും നമ്മൾ ഒട്ടിച്ചു വെച്ചാൽ ഈ സ്പൈഡർമാൻ ഒക്കെ കയറി പോകുന്നത് പോലെ നമുക്ക് വാൾസിൽ പറ്റിപ്പിടിച്ച് കയറിപ്പോകാൻ പറ്റും. അതാണ് ഈ ഗെയ്ക്കോ എഫക്റ്റ് എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഇതിനകത്ത് പഠിക്കാനുള്ളത്. അതായത് ബയോമിമിക്കിൻ്റെ അകത്ത് ഇപ്പൊ പറഞ്ഞത് ബയോമിമിക്കിങ് എന്താന്ന് പറഞ്ഞു. പിന്നെ അതിൽ കുറെ എക്സാമ്പിൾസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്.